Are you Mr. Thomas Matthew? Yes. Yes. ഞാനാണ് തോമസ് മാത്യു. പ്ലീസ് കം ഇൻ. താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ. ശ്രീദേവി എന്ന പെൺകുട്ടി ഒരു കവർ കമ്മീഷണറെ ഏൽപ്പിക്കാൻ ഡെൻമൂൺ റെസ്റ്റോറന്റിൽ ചെന്നു. അവളത് കമ്മീഷണറെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഏതോ ആക്രമികൾ കമ്മീഷണറെ കൊല ചെയ്തു. പിന്നീട് ആ കവർ താങ്കളുടെ പേരിൽ പോസ്റ്റ് ചെയ്തു. ശ്രീദേവി മരിച്ചു. ഏതോ ഒരു ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകളാണ് ഈ 2 കൊലപാതകങ്ങളിലും പിന്നിലുണ്ടായിരുന്നെന്ന് മനസ്സിലായി. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശ്രീദേവി താങ്കളുടെ പേർക്ക് അയച്ച കവർ കൈക്കലാക്കാൻ വേണ്ടി ഫെർണാണ്ടസിന്റെ ആളുകൾ വേണുഗോപാൽ എന്നൊരു നിരപരാധിയെ കൊല്ലാക്കൊല ചെയ്തു. മിസ്റ്റർ വേണുഗോപാൽ ഇപ്പോൾ എവിടെയുണ്ട്? ശ്രീദേവിയെ കൊന്നത് അയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡയമണ്ട്സിനെ പറ്റിയുള്ള ചില രേഖകളാണ് ആ കവറിലുള്ളതെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ കവർ ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്നാൽ അതിങ്ങ് തന്നേക്കൂ. പക്ഷേ വേണുഗോപാലിനെ രക്ഷിക്കാമെന്ന് താങ്കൾ ഉറപ്പു തരണം. ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ എന്നെ, അതായത് പോലീസിനെ ഏൽപ്പിച്ചാൽ വേണു ശ്രീദേവിയെ കൊന്നിരിക്കാനിടയില്ലെന്ന് വാദിക്കാമല്ലോ. ഡയമണ്ട്സിൽ താല്പര്യമില്ലെങ്കിൽ വേണു എന്തിന് ശ്രീദേവിയെ കൊല്ലണം? തീർച്ചയായും എനിക്ക് വേണുവിനെ രക്ഷിക്കാൻ കഴിയും. ഇറ്റ്സ് എ വേർഡ്. താങ്ക് യു സർ. നോട്ട് അറ്റ് ഓൾ. ആ കവറിങ് തന്നേക്കൂ. അത് കൊണ്ടുവന്നിട്ടില്ല. Why? ഫെർണാണ്ടസിന്റെ ആളുകൾ എപ്പോൾ എവിടെ വെച്ച് ഞങ്ങളുടെ മുന്നിൽ എത്തുമെന്നറിയില്ല. ആ കവർ അവരുടെ കൈ കിട്ടിയാൽ മാത്രമല്ല, രക്ഷിക്കാമെന്ന് സാറിന്റെ ഉറപ്പ് കിട്ടിയിട്ട് അത് ഏൽപ്പിക്കാമെന്ന് മിസ്റ്റർ വേണു പറഞ്ഞു. നാളെ കാലത്ത് 10 മണിക്ക് ന്യൂ തിയേറ്ററിൽ വന്ന ആ കവർ സാറിനെ ഏൽപ്പിക്കാം. ഓക്കെ ഓക്കെ. അതിനു മുൻപ് മറ്റാരെയും ആ കവർ ഏൽപ്പിക്കരുത്. അത് മിസ്റ്റർ വേണുവിനോട് പറഞ്ഞേക്കൂ. His life is secure, I can assure you. താങ്ക് യു സർ. ബൈ. എക്സ്ക്യൂസ് മീ, തീപ്പെട്ടിയുണ്ട്? ഇല്ല. Welcome, Mr. Thomas Matthew. I'm sorry, Mr. Udaya Verma. പേര് മാറ്റി താമസിക്കുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. സാരമില്ല. എന്റെ പേര് ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഹലോ, എസ് ഐ മിസ്റ്റർ രാജഗോപാൽ അല്ലേ? യെസ്, രാജഗോപാൽ ഹിയർ. ഞാൻ കൊന്നിട്ടില്ല സാർ. ആരെയും ഞാൻ കൊന്നിട്ടില്ല സാർ. ആരാ നിങ്ങൾ? ഞാൻ രാംദാസ്. ഉദയവർമ്മയെ കൊല്ലുന്നതായി ഞാൻ അഭിനയിച്ചതാണ് സാർ. കമ്മീഷണർക്കും എനിക്കും ഉദയവർമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നാടകമായിരുന്നു അത്. കമ്മീഷണർ മരിച്ചതോടെ പിന്നെ എനിക്ക് ആരുമില്ലാതായി. ഉദയവർമ്മ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. സാറിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അത് ഞാൻ പറയില്ല സാർ. നിങ്ങൾ എന്നെ വന്ന് കാണും. കാണുന്നതിന് മുമ്പ് സാർ ഉദയവർമ്മ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരൂ. അകത്താക്കാനല്ലേ സാറേ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചാൽ ദൈവം പുറക്കില്ല കേട്ടോ. തന്നെ രക്ഷിക്കാമെന്ന് ഞാനല്ലേ പറയുന്നത്. അങ്ങനെ ഇപ്പൊ സാറ് രക്ഷിക്കണ്ട. ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. താൻ എവിടെ നിന്നാ സംസാരിക്കുന്നത്? എവിടെ നിന്നാണോ? ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. എവിടെ നിന്നാ സംസാരിക്കുന്നത് പറയില്ലേ? പറയാൻ ഇപ്പൊ മനസ്സില്ല. റാസ്കൽ റാസ്കൽ തന്റെ അച്ഛൻ പോവാ. ഹലോ 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 ഹലോ, നിക്കവിടെ നിക്കവിടെ. സോറി, ഞാൻ അല്പം വൈകി. വേണു എവിടെ? തിയേറ്ററിനകത്തുണ്ട്. വിളിക്കൂ. Catch him!
എന്തായി പറയുന്നത്? വാട്ട് യു മീൻ? ഞാൻ സുനിതയല്ലെന്ന്. എന്റെ പേര് ആനി. ആനി എബ്രഹാം. ആനി എബ്രഹാം എന്ന് വെച്ചാൽ ആര്യ ക്രിസ്ത്യൻ? Yes. അപ്പൊ സുനിത എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ എന്റെ പേരാണെന്താ? 2 ദിവസത്തിനുള്ളിൽ ഞാൻ 2 പെൺകുട്ടികളെ പരിചയപ്പെട്ടു. അതിലൊരുത്തി കാരണം എന്റെ ജീവൻ തന്നെ അപകടത്തിലായി. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തുണ്ടാകാൻ? ഞാനൊരു ജേർണലിസ്റ്റ് അല്ല. എനിക്ക് അത്ഭുതമില്ല. ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ കൊള്ളാം. ഒരു റിവോൾവർ എടുത്ത് എന്റെ നെഞ്ചിന് വരെ കാഞ്ചിന്ന് വിളിച്ചേ. എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? ആരെങ്കിലും വഞ്ചിക്കാനോ കൊല്ലാനോ എനിക്ക് ഉദ്ദേശമില്ല. അന്ന് വിജയമേനോനെ കാണാനെന്നും പറഞ്ഞ് നിങ്ങളുടെ മുറി വന്നത് സത്യത്തിൽ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ ആയിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് എന്റെ ചേട്ടനെ ഏതോ അക്രമികൾ ഒരു ഹോട്ടലിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ഇയാളെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വേണുവിനെ കുഴപ്പത്തിൽ ചാടിച്ച് ശ്രീദേവി എന്ന പെൺകുട്ടി ചേട്ടന്റെ കാമുകയായിരുന്നു. സ്വന്തം വീട്ടിലൊരു ഔട്ട്സൈഡർ ആയിരുന്നു എന്റെ ചേട്ടൻ. ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. ചെറുപ്പത്തിൽ അമ്മച്ചി മരിച്ചതിന് ശേഷം റബ്ബറിൽ നിന്നുണ്ടാക്കിയ വരുമാനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന അപ്പച്ചൻ ഒരു വഴിപാട് പോലെ ഞങ്ങളൊരു ബോർഡിങ്ങിൽ കൊണ്ടാക്കി. വെക്കേഷൻ വരുമ്പോ ഞങ്ങൾക്ക് എങ്ങും പോകാനുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയാൽ ഒരല്പമെങ്കിലും സ്നേഹം തരാൻ അപ്പച്ചന് സമയം ഉണ്ടായിരുന്നില്ല. എത്രയോ വട്ടം ഒതുങ്ങിയ ഇടനാഴികളിൽ ഞങ്ങൾ പരസ്പരം നോക്കി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് ചേട്ടനൊരു മരവിച്ച മനുഷ്യനായി വിലക്കുകൾ തട്ടിമാറ്റി ഏതെല്ലാമോ വഴികളിൽ സഞ്ചരിച്ചു. ഒടുവിൽ ഞാനിന്ന് ഒറ്റയ്ക്കാണ്. അപ്പച്ചന് ആദ്യം പോയി. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. എന്റെ ചേട്ടനെ ആരാണ് കൊന്നതെന്ന് എനിക്കറിയില്ല. വേണുവിന് ചേട്ടനുമായി ബന്ധം കാണുമെന്ന് ഞാൻ ആദ്യം കരുതി. ഐ എം സോറി. ചേട്ടന്റെ മരണത്തിന് കാരണക്കാരായവരെ എനിക്ക് കണ്ടുപിടിക്കണം. എന്നെ ഈ ലോകത്ത് തനിച്ചാക്കിയവരോട് എനിക്ക് പകയുണ്ട്. വേണോ? ഇനി അങ്ങോട്ട് തനിച്ചല്ലെന്ന് വിചാരിച്ചു. ഹലോ, രണ്ടുപേരും മരിക്കാനൊരുങ്ങിക്കോളൂ. ഹലോ, 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 ആരാ? ആരാടെന്നൊന്നും പറഞ്ഞില്ല. ഉടനെ മരിക്കാൻ തയ്യാറായിക്കൊള്ളേ. സുനിതാകത്തിരുന്നുള്ളൂ. വേണു, വേണു, വേണു.
ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കുട്ടിയുടെ ജ്യേഷ്ഠൻ ജോൺ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മിസ്റ്റർ ഉദയവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട്സിനോട് എനിക്ക് ഭ്രമം തുടങ്ങിയിട്ട് വളരെ കാലമായി. വർമ്മയുടെ മകളെ പാട്ടിലാക്കാനും അതുവഴി ഡയമണ്ട്സ് ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടുപിടിക്കാനും ജോണിനെ നിയോഗിച്ചത് ഞാനായിരുന്നു. പക്ഷെ എന്തുപറ്റി? ഡയമണ്ട്സ് മോഷ്ടിച്ചപ്പോ പയ്യൻസ് ആളങ്ങ് മാറി. അപ്പോഴേക്കും ശ്രീദേവിയോട് അവന് യഥാർത്ഥ പ്രേമം തോന്നിയത്രേ. ഡയമണ്ട്സ് എവിടെയോ ഒളിപ്പിച്ചതിന് ശേഷം അവനും ആ പെണ്ണും കൂടി കടന്നു കളയാൻ ശ്രമിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആരൊക്കെയോ ചത്തെന്നോ കൊന്നെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. നൊന്തോ കുട്ടാ? എന്നാലേ ഈ വയസ്സായ മനുഷ്യനോട് ക്ഷമിച്ചു കളാ. ആ കവറിങ് തന്നേക്ക്. ഡയമണ്ട്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ കവറിലില്ലേ? പ്ലീസ്, എനിക്ക് വേഗം പോകണം, കിടന്നുറങ്ങണ്ടേ. ആ കവറിങ് തരൂ പ്ലീസ്. കവർ എന്റെ ഇല്ല, കളഞ്ഞുപോയി. കുട്ടി വെറുതെ ഓരോ തമാശയൊക്കെ പറയുന്നത് കേട്ടില്ലേ? പറയുന്നതിനെ എന്തെങ്കിലുമൊക്കെ ഒരു യുക്തി വേണ്ടടാ മോനെ. എനിക്കിവിടെ പരതി നടക്കാനൊന്നും വയ്യ. പ്രായമായില്ലേ? ഈ റിവോൾവറിലാണെങ്കിൽ ബുള്ളറ്റ്സും കുറവാ, പിന്നെ വെടിയുണ്ടയ്ക്കാണ് തീ പിടിച്ച വിലയമാ. ആ കവറിങ് തരൂ. മിന്നൽ ബാബുവിന്റെ അടുത്താണ് അവന്റെയൊക്കെ കളി. അയ്യോ, ഒരു കൈയില്ലാത്തവനാണേ, എന്തെങ്കിലും തരണേ. കണ്ടില്ല. അവൻ പള്ളിക്കകത്ത് തന്നെ കാണും. എപ്പോഴെങ്കിലും പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന് ലാവിഷായിട്ട് തണ്ട. അയ്യോ, ഈ അഗതിക്ക് വല്ലോം തരണേ. എന്താണ് ഇത് കാണാനാണ് വെച്ചിരിക്കുന്നത്? എന്താ ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? ഞാൻ ഡിവൈഎസ്പിയാണ്. എന്നെ ഐഡിയ ആക്കാൻ കാണാം. ഭ്രാന്തന്മാരെ ഇറങ്ങില്ല.